അമ്മേ, അമ്മ എന്തിനാ കുട്ടനിൽ നിന്ന് ഇങ്ങനെ മുഖം മാറ്റി നടക്കുന്നത്? കുട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ എന്താ അമ്മേ കുഴപ്പം? അമ്മ കുട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കണം. എന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി പറയേ, കുട്ടനൊരു കൊലപാതകയാകാൻ കഴിയുമോന്ന്? കുട്ടൻ ആരുടെയെങ്കിലും ജീവൻ എടുക്കാൻ സാധിക്കുമെന്ന്? ആദ്യം ഞാനും അമ്മയെപ്പോലെ തന്നെ ചിന്തിച്ചത്. അച്ഛന്റെ മരണത്തിൽ കുട്ടന് പങ്കുണ്ടാകുമെന്ന് ഞാനും സംശയിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ കുട്ടനെ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. കുട്ടൻ ഒരിക്കലും ഞങ്ങളുടെ അച്ഛന്റെ ജീവൻ എടുക്കാനാവില്ല അമ്മേ. അച്ഛന്റെ മരണം കുട്ടൻ കാരണമല്ല സംഭവിച്ചത്. കുട്ടൻ ഒരിക്കലും നമ്മുടെ അച്ഛന്റെ ജീവൻ എടുക്കാനാവില്ല. അമ്മയോട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അന്ന് ആ ആക്സിഡന്റിന് മുൻപ് കുട്ടന്റെ വണ്ടിയുടെ ബ്രേക്ക് ആരോ നശിപ്പിച്ചിരുന്നു. അങ്ങനെ ബ്രേക്ക് നഷ്ടപ്പെട്ട ആ വണ്ടി നിർഭാഗ്യവശാൽ നമ്മുടെ അച്ഛനെ ഇടിച്ചതായിരിക്കാം. അങ്ങനെയായിരിക്കും നമ്മുടെ അച്ഛൻ മരണപ്പെട്ടത്. സത്യത്തിൽ അത് കുട്ടന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ആരോ നടത്തിയ ശ്രമമായിരുന്നു അമ്മേ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുക, നമ്മുടെ അച്ഛന്റെ മരണം കുട്ടൻ കാരണം അല്ല ഉണ്ടായത്. അത് മനഃപൂർവ്വം നടത്തിയ ഒരു കൊലപാതകമല്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. ഇതിനൊരു കൃത്യത ഉണ്ടാകണമെങ്കിൽ കുട്ടന്റെ അസുഖം പൂർണ്ണമായും ഭേദമാകണം. പാർക്കിൽ വെച്ച് കുട്ടൻ ഓർമ്മ തിരികെ കിട്ടിയപ്പോ അമ്മ ഇക്കാര്യങ്ങളൊക്കെ കുട്ടനിൽ നിന്ന് അറിയാൻ ശ്രമിക്കണമായിരുന്നു. അതിനു പകരം ഇമോഷണലായി അമ്മ കുട്ടനെ തല്ലി. അതുകൊണ്ടാണല്ലോ കുട്ടൻ വീണ്ടും ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. സിദ്ധു നിന്നെ അറിയില്ലെന്ന് പറഞ്ഞപ്പോഴാ ശ്രീകല സിദ്ധുവിനെ തല്ലിപ്പോയത്. അമ്മ എനിക്ക് പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയും കുട്ടനെ ശരിക്കൊന്ന് മനസ്സിലാക്കണം. അമ്മയുടെ മകളെ വളരെയേറെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കുട്ടനെന്ന് അമ്മ തിരിച്ചറിയണം. എനിക്കൊരപേക്ഷ മാത്രമേ അമ്മയോടുള്ളൂ. അമ്മയൊരിക്കലും കുട്ടനെ ഒരു കൊലയാളിയായി കാണരുത്. അമ്മയുടെ കാല് പിടിച്ച് ഞാൻ പറയുക. നീ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ജീവിതം നഷ്ടപ്പെട്ട എനിക്ക് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല മോളെ. നീ കുട്ടനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നിന്നെ ഞാനും സംരക്ഷിക്കുന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആദ്യമുണ്ട് മോളെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അസുഖം ഭേദമായി സിദ്ധുവിന് ഓർമ്മകൾ പൂർണ്ണമായും തിരികെ കിട്ടിയ